ഹലോ എവരി വൺ, ഇന്ന് പപ്പയ കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കോട്ടയംകാർ ഇതിന് കപ്ലങ്ങ എന്നാണ് പറയുന്നത്. കപ്ലങ്ങ വെച്ച് നമുക്ക് സാലഡ് ഉണ്ടാക്കാം, എരിശ്ശേരി ഉണ്ടാക്കാം, പഴിപ്പിച്ച് കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ ഹൽവ ഉണ്ടാക്കാം. ഹൽവയുടെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്, എരിശ്ശേരിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ പപ്പയ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഹെൽത്തിന്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലൊരു വെജിറ്റബിളാണ്. പോരാത്തതിന് ഇത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഓക്സിഡേഷൻ തടയുന്നതുകൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെ നന്നായിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ ഇത് അരിയാനൊക്കെയുള്ള മടി കൊണ്ടാണ് പലരും ഇത് ഉണ്ടാക്കാത്തത്. ഇന്നത് ഈസി ആയിട്ട് എങ്ങനെ അരിയാം എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നന്നായിട്ട് പച്ച ആയിട്ടുള്ള കപ്ലങ്ങയാണ് നമ്മൾ തോരനായിട്ട് എടുക്കുന്നത്. ഇച്ചിരി പഴുത്തൊക്കെ ആണെങ്കിൽ എരിശ്ശേരി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം. ഇത് തീരെ പൊട്ട് പപ്പയാണ്, ഇതിൻ്റെ കുരു പോലും മൂത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു വെജിറ്റബിൾ കട്ടർ വെച്ചിട്ടാണ് ഇത് അരിയുന്നത്. ഇതാണ് ഈസിയസ്റ്റ് മെത്തേഡ്. 10 മിനിറ്റ് പോലും വേണ്ടതല്ല അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കൊത്തി അരിഞ്ഞ് കിട്ടും ഈ വെജിറ്റബിൾ കട്ടറിനകത്ത്. നമ്മൾ പണ്ട് ഗീവ് എവേയിൽ ഈ കട്ടറാണ് പ്രസൻ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. അപ്പം നമ്മൾ പപ്പയെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതും ആ കട്ടറിൽ തന്നെ അരിയാം. പിന്നെ 4-5 വെളുത്തുള്ളി ചതച്ചത്, അരമുറി തേങ്ങ തിരിങ്ങിയത്, കുറച്ച് കറിവേപ്പില, 4-5 വറ്റൽമുളക്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പാൻ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പം 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയിട്ട് അത് പൊട്ടുമ്പം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളി ചതച്ചതും ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് പച്ചമുളകും സവാളയും തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. മഞ്ഞൾ കുറച്ച് പോലും കൂടുതൽ വേണ്ട കേട്ടോ. 1/4 ടീസ്പൂൺ തന്നെ മതി. ടീസ്പൂൺ പറയാൻ ചെറിയ സ്പൂണാണ് കേട്ടോ. ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ റെസിപ്പിക്കകത്ത് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. ടീസ്പൂൺ ചെറിയ സ്പൂണാണ്. കുറച്ച് മഞ്ഞളിട്ടാൽ മതി. നമ്മുടെ ഈ തോരനും മോരുകറിയും അവിയലും ഒക്കെ കോട്ടയം സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പച്ച കലർന്ന മഞ്ഞ നിറത്തിലാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി അങ്ങ് മഞ്ഞ നിറത്തിലല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്ലങ്ങ ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഈ കപ്ലങ്ങയിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം മതിയാകും. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ തട്ടി പൊത്തി വെക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 to 10 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ആവി കയറി വെന്ത് വരണം. നന്നായിട്ട് ആവി കയറി വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കതൊന്ന് മൂടി മാറ്റി ഇളക്കിയിട്ട് കൊടുക്കണം. വെള്ളം അതിനകത്ത് ഉണ്ടെങ്കിൽ ഡ്രൈ ആയി കിട്ടാനായിട്ട് അത് ഓപ്പൺ ആക്കി വെച്ച് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തോരനിട്ടിട്ട് അങ്ങോട്ട് മാറിപ്പോയത് കേട്ടോ. പിന്നെ അവസാനം ഇപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്തെങ്കിൽ അതിനകത്ത് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ കപ്ലങ്ങ അല്ലെങ്കിൽ ഓമയ്ക്ക പപ്പയ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് റെഗുലറായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഇതിൻ്റെ ഓരോ ഫോമിൽ സാലഡ് ആക്കിയോ പഴിപ്പിച്ചോ എരിശ്ശേരി ഉണ്ടാക്കിയോ നമ്മുടെ എല്ലാം പറമ്പിൽ നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇന്നത്തെ ഈ കപ്ലങ്ങ തോരൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഉടൻ തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.